ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഇ.ഡി. പണി തുടങ്ങിയല്ലേ? നല്ലൊരു പണി തുടങ്ങിയിട്ടുണ്ട്. എസ്.ഐ.ടിയുടെ കൂടുതലുള്ള അന്വേഷണം വരുന്നതിനിടയിൽ തന്നെയാണ്. അതായത് അതിൻ്റെ ഇടയിൽ ഹൈക്കോടതി പറയുകയും ചെയ്യുന്നുണ്ട്, ഇത് കൃത്യമായിട്ട് കവർച്ച തന്നെയാണ്, അല്ലാതെ ഒരു പാളിച്ചയൊന്നും സംഭവിച്ചതല്ല എന്നുകൂടി പറയുന്നുണ്ട്. ഇതിനിടയിലാണ് 3 സംസ്ഥാനങ്ങളിലായിട്ട് വലിയ രീതിയിൽ ഇ.ഡിയുടെ അന്വേഷണം റെയ്ഡ് വരുന്നത്. ഇതിന് മുമ്പ് തന്നെ ഇ.ഡിയുടെ അന്വേഷണമൊക്കെ പ്രാഥമികമായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ വളരെ വിപുലമായ രീതിയിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുന്നതിൻ്റെ ഒരു ചിത്രം കൂടിയാണ് നമ്മൾ ഇതിലൂടെ കാണുകയും ചെയ്യുന്നത്. ഇപ്പോൾ സ്വർണ്ണക്കവർച്ച കേസുകളിലെ എല്ലാ പ്രതികളുടെയും വീട്ടിൽ റെയ്ഡ് ആരംഭിച്ചിട്ടുണ്ട്. കേസിലെ 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി, പത്മകുമാർ, പിന്നെ എൻ വാസു, മുരാരി ബാബു തുടങ്ങിയവരുടെ വീടുകളിലും, ഗോവർദ്ധൻ, പങ്കജ് ഭണ്ഡാരി തുടങ്ങിയവരുടെ വീടുകളിലുമൊക്കെയാണ് ഇ.ഡി അരിച്ചു പിറക്കുന്നത്. അപ്പോൾ ഇത് അവരെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു കാര്യമാണ്. എസ്.ഐ.ടി അന്വേഷണം നടക്കുമെന്നുള്ളത് ഏതാണ്ട് എല്ലാവരും ഉറപ്പിച്ചിട്ടുള്ള കാര്യമായിരുന്നു. പക്ഷേ ഇ.ഡി ഇത്രയധികം കർശനമായ രീതിയിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കും എന്നുള്ളത് അവർക്ക് പോലും ചിന്തിക്കാത്ത ഒരു കാര്യമാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലൊക്കെ ഇപ്പോൾ റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധൻ്റെ വീട്ടിലെ അന്വേഷണം നടക്കുന്നു. ഇന്ന് 7 മണിയോടെയാണ് വ്യത്യസ്ത കേന്ദ്രങ്ങളിലായിട്ട് ഇപ്പോൾ അന്വേഷണം, അതായത് പരിശോധന ആരംഭിച്ചിരിക്കുന്നത്. അതിവിപുലമായ രീതിയിൽ തന്നെ തുടങ്ങുന്നുണ്ട്. പോറ്റിയുടെ തിരുവനന്തപുരത്ത് കിളിമാനൂർ പുളിമാത്തുള്ള വീടുണ്ട്. ആ വീട്ടിലും മുരാരി ബാബുവിൻ്റെ കോട്ടയത്തെ വീട്, എൻ വാസുവിൻ്റെ പേട്ടയിലെ വീട്, എ പത്മകുമാറിൻ്റെ ആറന്മുളയിലെ വീട് എന്നിവയിലൊക്കെയാണ് ഇ.ഡി പരിശോധന നടത്തിയിരിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാമ്പത്തിക ഇടപാടുകളാണ്, മറ്റു കാര്യങ്ങളൊന്നുമല്ല, സാമ്പത്തികപരമായിട്ടുള്ള ഇടപാടുകൾ അടക്കമാണ് ഇ.ഡി ഇപ്പോൾ അന്വേഷണ പരിധിയിൽ കൊണ്ടുവന്നിട്ടിരിക്കുന്നത്. അപ്പോൾ കേസിൽ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ എസ്.ഐ.ടിയുടെ അന്വേഷണം പുരോഗമിക്കുന്ന ഘട്ടത്തിലാണ് ഈ ഇ.ഡി അന്വേഷണം കൂടി വരുന്നത്. അപ്പോൾ കേന്ദ്രത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകുമെന്ന് പലപ്പോഴായിട്ട് വാർത്തകൾ വന്നിട്ടുള്ള സാഹചര്യമുണ്ട്. ആ സാഹചര്യം എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. എല്ലാവരും എന്ന് പറയുമ്പോൾ വിശ്വാസികളായിട്ടുള്ളവരെല്ലാവരും തന്നെ ആഗ്രഹിക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഈ കേസിൽ കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ അന്വേഷണം വരണം എന്നുള്ളത്. അപ്പോൾ വിശ്വാസികളെ സംബന്ധിച്ച് വളരെയധികം ഒരു സമാധാനം, ഒരു പ്രതീക്ഷയൊക്കെ കിട്ടുന്ന കാര്യമാണ്. കാരണം എസ്.ഐ.ടിയെ ഒരു പക്ഷേ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു എന്ന തരത്തിലൊക്കെ പലപ്പോഴായിട്ട് ഇതിനിടയിൽ തന്നെ ആരോപണങ്ങളൊക്കെ ഉയർന്നിരുന്നു. കാരണം പലരെയും ചോദ്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ കോടതി ചൂണ്ടിക്കാണിച്ചു കൊടുക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. ഇന്ന ആള് നിങ്ങൾ എന്തുകൊണ്ട് ചോദ്യം ചെയ്തില്ല, അവിടെ എന്തുകൊണ്ട് അന്വേഷണം നടത്തിയില്ല, പരിശോധന നടത്തിയില്ല, ഇനി ആളുകളെ കൃത്യമായി നിങ്ങൾ ചോദ്യം ചെയ്തിട്ടുണ്ടോ, ഇവരൊന്നും അന്വേഷണ പരിധിയിലേക്ക് വന്നിട്ടില്ലല്ലോ എന്നുള്ള കാര്യങ്ങൾ കൂടി കോടതി ചൂണ്ടിക്കാണിക്കുമ്പോഴാണ് എസ്.ഐ.ടി പലപ്പോഴും ഇവരിലേക്കൊക്കെ അന്വേഷണം കൊണ്ടുപോയിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ കണ്ടതാണ് ഈ അന്വേഷണത്തിനിടയ്ക്ക് തന്നെ. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നതിനിടയിൽ ഈ സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇ.ഡി അന്വേഷണം നടത്തുമ്പോൾ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത്, ഇ.ഡിയെ പോലൊരു അന്വേഷണ ഏജൻസിക്ക് വളരെ വിപുലമായ അധികാര പരിധിയാണ് ഉള്ളത്. അപ്പോൾ അവർ വെറുതെ ഒന്നും ഒരു കേസിലേക്ക് ഇറങ്ങിത്തിരിക്കില്ല, ഒരു സ്ഥലത്ത് പോയി ഒരു റെയ്ഡ് നടത്തില്ല. അതായത് ഒരു പ്രഹസനത്തിന് വേണ്ടി ഒരു കാര്യവും ചെയ്യുന്ന ഒരു അന്വേഷണ വിഭാഗമല്ല ഇ.ഡി. അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. കാരണം ഇ.ഡി ഇതുവരെ നടത്തിയിട്ടുള്ള അന്വേഷണങ്ങളെല്ലാം തന്നെ എവിടെയെങ്കിലും ഒരു റെയ്ഡ് നടത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഒരു എവിഡൻസ് അവർക്ക് കിട്ടിയിട്ടുണ്ടാവും. നമുക്കറിയാം, ബംഗാളിൽ മമത ഐപാക്കിൻ്റെ അഴിമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ ഇ.ഡി ഉദ്യോഗസ്ഥർ അന്വേഷണത്തിന് ചെല്ലുമ്പോൾ മമത പാഞ്ഞടുത്താണ് വരുന്നത്, പാഞ്ഞടിച്ച് വരികയാണ്. വന്നിട്ട് ഫയലൊക്കെ തട്ടിപ്പറിക്കുന്ന ഒരു കാഴ്ച കൂടി നമ്മൾ ഇതിനിടയിൽ കണ്ടു. അതെന്താണ്? അപ്പോൾ മമതയ്ക്കും അറിയാം, അതായത് ഞാൻ ഉദ്ദേശിച്ചത് മമതയ്ക്കും അത്രത്തോളം പേടിയാണ്. മമത ഈ പറയുന്ന പലരുടെയും ഭാഷയിൽ ഉരുക്ക് വനിത, ഒന്നിനെയും കൂസാത്ത ആള് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ മമത ഇത്തരത്തിലുള്ളൊരു രീതി കാണിക്കുന്നത് 2ാമത്തെ വട്ടമാണ്. അപ്പോൾ അവിടെ എന്നിട്ട് ഇ.ഡി പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ഈ ഫയലൊന്നും വേണ്ട, ഞങ്ങൾ ഇതല്ല അന്വേഷിച്ച് വന്നത് എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് കിട്ടേണ്ടതേ അവരെടുക്കുന്നുള്ളൂ, അല്ലാതെ ഇവരിവിടെ ഇലക്ഷൻ തന്ത്രം മെനയുന്നോ ഇതൊന്നും ഇ.ഡിയെ സംബന്ധിച്ച് അതൊന്നും ഒരു എന്താ പറയുക, ഒരു പ്രശ്നമേ അല്ല എന്നുള്ളതാണ്. അപ്പോൾ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അവിടെ നിന്ന് ഫയൽസ് കിട്ടിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെയാണ് പല കേസുകളിലും നമ്മൾ കാണുന്നുണ്ട്. പല കേസുകളിലും നമ്മൾ പറയും, ഈ കേസിൽ ഇ.ഡി എന്തുകൊണ്ട് ഇതുവരെ അന്വേഷണം നടത്തിയില്ല എന്ന് ചോദിക്കും.
പക്ഷേ ഇഡിക്ക് അത്തരത്തിലൊരു അന്വേഷണം നടത്തിയില്ല എന്നല്ല, പരിശോധന നടത്തിയില്ല, അവരെ വിളിപ്പിച്ചില്ല, ചോദ്യം ചെയ്തില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇഡിക്ക് അതുമായി ബന്ധപ്പെട്ട് കൃത്യമായ എവിഡൻസ് കിട്ടി, അല്ലെങ്കിൽ അവരിൽ നിന്ന് ഇത് കിട്ടാനുണ്ട് എന്ന് കൃത്യമായും ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമേ ഇഡി അത്തരം കാര്യങ്ങളിലേക്ക് നടക്കുകയുള്ളൂ. അല്ലാതെ ഇവിടെ കേരള പോലീസ് കാണിക്കുന്നത് പോലെ ആളെ കാണിക്കാൻ വേണ്ടി ഒരു പരിശോധന, അല്ലെങ്കിൽ ഒരു ഒരു എന്താ പറയുക, ഒരു ആളെ പൊതു സമൂഹത്തിന് മുന്നിൽ കൊണ്ട് നടന്നിട്ട് ഒരു പരിശോധന നടത്തുന്ന ഒരു പ്രഹസനം, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഇഡി നടത്തില്ല. അപ്പോൾ ഈ ഇഡി ഇതിലേക്ക് എത്തുമ്പോഴും ഇവരുടെയൊക്കെ വീട്ടിൽ പരിശോധന നടത്തുന്ന ഈ സമയത്തും മുരാരി ബാബു അടക്കമുള്ളവർ അവരുമായി ബന്ധപ്പെട്ട സംഘങ്ങളും ഒക്കെയും നല്ല പരിഭ്രാന്തിയിൽ തന്നെയാണ്. ഇഡി ഏതാണ്ട് ഒരു 5ഓളം പേരെ നോട്ടം വിട്ടിട്ടുണ്ട്. അതായത് ഇതുവരെയും അന്വേഷണ പരിധിയിലേക്ക് വരാത്ത ഏതാണ്ട് ഒരു 5 പേര് ഇഡിയുടെ ലിസ്റ്റിലുണ്ട് എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. നമുക്ക് കൃത്യമായിട്ട് അറിയില്ല, കാരണം ഇത് ചിലയിടത്ത് നിന്ന് കിട്ടുന്ന റിപ്പോർട്ടുകളാണ്. അപ്പം നമുക്ക് അതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഏതാണ്ട് ഒരു 5ഓളം പേര് അങ്ങനെ ഇഡി ആദ്യഘട്ടത്തിൽ ഒരു പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷം ഇഡി പിന്നീട് വരുമ്പോൾ 5 പേരോളം ഇഡിയുടെ നോട്ടപ്പുള്ളികളായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് വളരെ കാര്യമായിട്ട് എടുക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം SITയുടെ ദൃഷ്ടിയിൽ പോലും അവർ പെടാത്തവരായിരിക്കാനുള്ള സാധ്യതകളുണ്ട്. അല്ലെങ്കിൽ SIT വേണ്ട രീതിയിൽ ഗൗനിക്കാത്ത, ചോദ്യം ചെയ്യാത്ത, തെളിവെടുപ്പ് നടത്താത്ത അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ യാതൊരു തരത്തിലുള്ള നടപടിക്രമങ്ങളിലേക്കും അവരെ വലിച്ചിഴക്കാത്തവരായിരിക്കാം ഒരുപക്ഷെ ഈ 5 പേര്. മർമ്മപ്രധാനമായിട്ടുള്ള കണ്ണികൾ പോലും ആയിരിക്കാം ഈ 5 പേര് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്ന ഒരു കാര്യം. അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കൊക്കെ അവരെയൊക്കെ ഈ അന്വേഷണത്തിൻ്റെ പരിധിയിലേക്ക് കൊണ്ടുവരുന്നതിന് മുമ്പായിട്ടാണ് ഈ പറയുന്ന ആളുകളുടെ എല്ലാം വീടുകളിലും അവരുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിലുമൊക്കെ 3 സംസ്ഥാനങ്ങളിലായിട്ട് ഇഡി അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇഡിയുടെ ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായി വരുമ്പോൾ ഇവിടെ നിന്ന് കിട്ടുന്ന തെളിവുകളൊക്കെ അനുസരിച്ചിരിക്കും ബാക്കിയുള്ള ഈ പറയുന്ന 5 പേരുണ്ടെങ്കിൽ ആ 5 പേരിലേക്ക് കൂടി ഈ പറയുന്ന പോലെ അന്വേഷണം എത്തുന്നത് എന്നുള്ളതാണ്. അപ്പോൾ പ്രാഥമികമായിട്ടും ഇപ്പോഴുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട്, സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയൊക്കെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇത് കവർച്ച തന്നെയാണ് എന്ന് ചൂണ്ടിക്കാണിച്ചതുപോലെ അതിലെ വലിയ രീതിയിലുള്ള ഒരു കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിലേക്കാണ് ഇത് പോയിരിക്കുന്നത്. അപ്പോൾ മൊത്തത്തിലൊരു 21ഓളം ഇടങ്ങളിലാണ് ഇപ്പോൾ റെയ്ഡ് നടക്കുന്നത്. ഇതിനൊരു പേരിട്ടിട്ടുണ്ട്, ഓപ്പറേഷൻ ഗോൾഡൻ ഷാഡോ എന്ന പേരിലാണ്. ആ കൊള്ളയ്ക്ക് അനുസൃതമായിട്ടുള്ള ഒരു പേര് തന്നെയാണ് എന്നുള്ളതാണ്. അപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ മുഴുവൻ പ്രതികളുടെയും വീടുകളിൽ ഏതാണ്ട് അന്വേഷണം നടത്തുന്നുണ്ട് എന്നുള്ള വാർത്തകളുമൊക്കെ വരുന്നുണ്ട്. കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമപ്രകാരം സംഭവത്തിൽ ഇഡി കേസ് രജിസ്റ്റർ ചെയ്തിരുന്നതാണ്. അപ്പോൾ SIT പ്രതി ചേർക്കാത്ത തന്ത്രി കണ്ഠരര് രാജീവരടക്കം മുഴുവൻ പേരെയും പ്രതി ചേർത്തിട്ടാണ് ഇഡി ECIR രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ഒന്നാം പ്രതിയായിട്ടുള്ള കേസിൽ 15ലേറെ പേര് പ്രതിപട്ടികയിലുമുണ്ട്. SIT അന്വേഷണം തുടങ്ങിയ സമയത്ത് തന്നെ ഇഡിയുടെ ഇൻ്റലിജൻസ് വിഭാഗം പ്രാഥമിക അന്വേഷണം തുടങ്ങിയിരുന്നതുമാണ്. എന്തായാലും ഈ പറയുന്ന അന്വേഷണം ഒരു ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ, അതിൻ്റെ ഒരു പരിസമാപ്തിയിലേക്ക് എത്തുമ്പോൾ, ഒരുപക്ഷെ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള 5ഓ ഒരുപക്ഷെ അതിലേറെ പേരോ ഉണ്ടെങ്കിൽ അവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള അന്വേഷണമൊക്കെ നടന്നു കഴിയുമ്പോഴേക്കും കൃത്യമായിട്ട് ഇത് തന്ത്രിയാണോ, മന്ത്രിയെ രക്ഷിക്കാൻ തന്ത്രിയെ പെടുത്തിയതാണോ, തന്ത്രിയെ തന്നെയായിട്ട് പെടുത്തിയതാണോ എന്നുള്ള കാര്യങ്ങളിലും എന്താണ് അവിടെ നടന്നത് എന്നുള്ള കാര്യങ്ങളിലുമൊക്കെ ഒരു തീരുമാനമാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.